സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ 3 ഐറ്റം സാധനമാണ് എടുത്തിട്ടുള്ളത്. കടലിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇത് ലോബ്സ്റ്റർ, റാള് എന്നൊക്കെ പറയുന്ന എക്സ്പോർട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സൈസ് മീനാണിത്. ഇതിൻ്റെ വേറെ പേര് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നാരൻ എന്ന് പറയുന്ന ചെമ്മീനുമാണ് അതും. ഇതെല്ലാം ലോബ്സ്റ്റർ വിഭാഗത്തിൽപ്പെടുന്നതാണ്. കൊഞ്ച് വിഭാഗത്തിൽപ്പെടുന്ന സെയിം മെത്തേഡുള്ളതാണ്. അപ്പം നമ്മൾ 6 ഐറ്റമാണ്, അതായത് 6 ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് കാരച്ചെമ്മീൻ, അതുപോലെ തന്നെ വെട്ടൻ എന്നൊക്കെ അറിയപ്പെടുന്ന കൊഞ്ചുമാണ്. അപ്പോൾ നമ്മൾ 2 വെട്ടനും 3 നാരനും 1 റാളുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരെയാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോണത്. സിമ്പിളായിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു മസാലയായിട്ട് നമ്മൾ ടേസ്റ്റുകൾ കളയുന്നില്ല, നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് എടുക്കുവാണ്. വെറും 13 മിനിറ്റ് അല്ലേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ. എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഇവന്മാരെ നമുക്ക് ആദ്യമേ നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ നമ്മൾ ഇവരെ അടുക്കി സെറ്റാക്കി വെക്കുവാണ്. അതിന് ശേഷമാണ് ഇതിലോട്ട് വെള്ളം ഒഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ കാണിച്ചു തരുവാണ്. നല്ല വൃത്തിയായിട്ട് കഴുകണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് മാക്സിമം ഈ സാധനം എടുക്കുമ്പോൾ ഇത് മുങ്ങിക്കിടക്കാനുള്ള പരുവത്തിനെ വെള്ളം എടുക്കാവുള്ളൂ. അതായത് ഈ വെക്കുന്ന കൊഞ്ചും ലോബ്സ്റ്ററും മുങ്ങണം, അത്രയും വെള്ളം എടുത്ത് സെറ്റ് ചെയ്യണം. അല്ലാതെ ഇച്ചിരി വെള്ളത്തിലല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ കണ്ടല്ലോ, കൃത്യമായിട്ട് തന്നെ എല്ലാം മുങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ തീ കൊടുത്തു, കുക്കിംഗ് സ്റ്റാർട്ടായി. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം, ഈ വെള്ളം ചൂടാകുമ്പോഴേക്കും ഇതിൻ്റെ എല്ലാം കളറ് മാറും. ഞാനപ്പോഴേക്ക് ഇച്ചിരി ഫുഡ് കഴിക്കാം. കഴിച്ചാൽ അത് വേകുന്ന സമയം കൊണ്ട് രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു മീൻ വറുത്തതും ദോശ എടുത്ത് നല്ല മുളക് കറി വെച്ചിട്ടുണ്ട് ഇന്നലത്തെ. അപ്പോൾ അതിൽ നിന്ന് 2 കഷ്ണം കൂടെ എടുത്തിട്ട് 2 ദോശ തിന്നാം. ആ ദോശ തിന്നുന്ന സമയം കൊണ്ട് വെള്ളം തിളക്കും. ബാക്കി വിശേഷം അങ്ങനെയും കാണിക്കാം. ഇത് ശീലാവെന്ന് പറയുന്ന മീനാണ്, മുളകിൽ വെച്ചാണ്. അതുപോലെ തന്നെ മണങ്ങ് വറുത്തതും ദോശയാണ് ഞാൻ ഇപ്പോൾ കഴിക്കാനും പോകുന്നത്. ഓക്കെ, ഇത് കഴിച്ച് തീരുമ്പോഴേക്കും അത് വേകുന്നതായിരിക്കും. അത്രയും സിമ്പിളായിട്ടും അതുപോലെയാണ് നല്ല ടേസ്റ്റുമായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വെള്ളം ചൂടായപ്പോൾ ലോബ്സ്റ്ററിനൊക്കെ ജീവനുള്ളതുകൊണ്ട് ഇടയ്ക്ക് ഇത് അനങ്ങുന്നുണ്ട്. എല്ലാം നല്ല ഫ്രഷായിട്ട് നമ്മൾ വീശി പിടിച്ചുകൊണ്ട് വന്നതാണ്. അത് ഇങ്ങനെ കിട്ടുമ്പോൾ, അതായത് നല്ല ഫ്രഷ് സാധനം കിട്ടുമ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് നോക്കുക. വെള്ളത്തിന് ചൂട് വന്നപ്പോഴേക്കും കളറ് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പോൾ തന്നെ നാരനെയും വെട്ടൻ്റെയും അതുപോലെയൊക്കെ കളറ് ചേഞ്ച് ആവുന്നുണ്ട്. നല്ലപോലെ തന്നെ ചൂടാകുമ്പോഴേക്കും ഞാൻ അവരെ ശ്രദ്ധിച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഒരുപാട് പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ പറയാം. അപ്പോൾ പയ്യെന്ന് ഒരിയൊക്കെ പൊട്ടി തുടങ്ങി. അതായത് വെള്ളം ചൂടായി തിളച്ച് തുടങ്ങുന്നുണ്ട്. തിളച്ച് തുടങ്ങുമ്പോഴേക്കും നല്ലപോലെ തന്നെ ഇതിൽ നാരനേതാ വെട്ടനേതാന്ന് മനസ്സിലാകാത്ത രീതിയിൽ ഇതിൽ കളർ ചേഞ്ച് ആകും. നമുക്കെന്തായാലും ഇവരൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇടക്കിടക്ക് തുറക്കുന്നത്. എന്താ അടച്ച് വെച്ച് തന്നെ വേവിക്കുന്നത്. ഇനി മാറാനുള്ള വെട്ടൻ്റെ കളർ മാത്രമാണ്, അല്ല ലോബ്സ്റ്റർ, അതായത് നമ്മുടെ റാള് എന്ന് പറയുന്നതിൻ്റെ കളർ ഇപ്പോൾ ചേഞ്ച് ആകും. നമ്മൾ തീ കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. വെള്ളം തിളച്ച് തുടങ്ങി. കായ് വറക്കുന്ന കാണാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വെള്ളമൊക്കെ പൂർണ്ണമായിട്ടും നല്ലപോലെ തന്നെ തിളച്ച് ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ തന്നെ വെട്ടൻ്റെ നാരിൻ്റെയൊക്കെ കളറ് മാറി. ഇനി ഒരു അല്പസമയത്തിന് ശേഷം ലോബ്സ്റ്ററിൻ്റെ ഇത് മാറും. അപ്പോഴേക്കും നമുക്കൊരു ദോശ തിന്നാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അതിനുള്ളിൽ തന്നെ ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും, അതായത് ടൈം വളരെ ചുരുക്കമാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് എന്തായാലും മൂടി വെച്ചൊന്ന് വേവിക്കാം. 5 മിനിറ്റ് മൂടി വെച്ചിരിക്കട്ടെ. അപ്പോൾ നല്ലപോലെ തന്നെ ആവിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ലപോലെ തന്നെ വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ എല്ലാത്തിൻ്റെയും തന്നെ കളറെല്ലാം ചേഞ്ചായി നല്ലപോലെ തന്നെ കുക്കാകുന്നുണ്ട്. നമുക്ക് വെള്ളത്തിൻ്റെ വരെ കളറ് മാറി. അതായത് വെള്ളം ചൂടായി അതിൽ ഉള്ള അഴുക്ക്, തോടിൻ്റെ പുറത്തുള്ള അഴുക്കൊക്കെ നമ്മൾ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇടുന്ന ഇതിൽ ഉപ്പ് മാത്രമാണ് ഇടുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പൻ അമ്മൂമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഇതുപോലെ ഞങ്ങൾ ചെയ്യുന്നതാണ്. എൻ്റെ കുഞ്ഞിന് വരെ ഞാൻ ഇങ്ങനെയാണ് കൊടുക്കാറ്.
അതായത് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുമില്ലെന്നല്ല, പക്ഷേ ഞണ്ടും ഇതുപോലെ തന്നെ ഈ റാളൊക്കെ കിട്ടിയ നല്ലപോലെ കഴുകി ഇതുപോലെ പുഴുങ്ങുകയാണ് ചെയ്യുന്നത്. പുഴുങ്ങിയിട്ട് എങ്ങനെ കഴിക്കേണ്ട രീതിയും നമ്മളിതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിടണം. ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ, അപ്പോൾ തിരിച്ചിടാൻ സ്പൂൺ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ എന്തിനാ തിരിച്ചിട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം കൃത്യമായിട്ട്. അതായത് എല്ലാം ഒന്ന് തിരിച്ചിടുക, മറു സൈഡ് വേകുന്ന പോലെ തന്നെ എല്ലായിടത്തും ചൂട് കിട്ടാൻ നോക്കുക. നമുക്കൊന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കൂടുതൽ നമ്മൾ വേവിക്കുന്നുള്ളൂ. 5 മിനിറ്റ് ഒരു സൈഡും 5 മിനിറ്റ് തിരിച്ചിട്ടും വേവിക്കണം, എന്നാലേ കറക്റ്റായിട്ട് കുക്കാവുള്ളൂ. ചിലപ്പോൾ ഈ വെള്ളം വറ്റി തുടങ്ങുമ്പോൾ മേളിലൊക്കെ വേകാൻ ചാൻസ് കുറയും, അതുകൊണ്ടാണ്. പിന്നെ തുറന്ന് വെച്ച് വേണമെങ്കിൽ വറ്റിച്ചും വേവിച്ചെടുക്കാം നമുക്ക്. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അത്രയും ഗുണവും കൂടെ കിട്ടും. പിന്നെ നല്ലപോലെ തന്നെ തിളച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ചില സമയത്ത് ഇതുപോലെ അഴുക്ക് വരും. അതായത് തിള വന്നു കഴിയുമ്പോഴേക്കും ഈ ഉപ്പിൻ്റെ അംശവും അതുപോലെ തന്നെ ഈ പായലും ഓവർ കുക്കാകുമ്പോഴേക്കും അതിൻ്റെ എന്തൊക്കെ അഴുക്കാണ്. ഇതൊന്നും നമ്മൾ കഴിക്കാൻ എടുക്കത്തില്ല. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മൾ ഇതിൽ നിന്നും മീറ്റ് മാത്രം, അതായത് ലോബ്സ്റ്ററും ഇതെല്ലാം എടുത്ത് മാറ്റി നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഓക്കെ, നമുക്കെന്തായാലും ഇവന്മാരെ ഇനിയിപ്പോൾ വെന്ത് കഴിഞ്ഞെടുത്ത് പാത്രത്തിലോട്ട് മാറ്റാം. അത് നമ്മളെല്ലാം എടുത്ത് പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന്മാരെ കഴിക്കേണ്ട രീതിയും എല്ലാം പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ കണ്ട വെട്ടൻ ഏതാ നാരൻ ഏതാ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഇത് വെട്ടൻ, ഇപ്പുറത്തിരിക്കുന്ന 3 നാര്, സെൻറ്ററിൽ ഇരിക്കുന്നത് റാള് എന്നറിയപ്പെടുന്ന സാധനം. അപ്പോൾ നല്ലപോലെ തന്നെ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് അപ്പോൾ നമ്മൾ നാരനും വെട്ടനും അതുപോലെ തന്നെ ലോബ്സ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന, ഇവിടെ റാളെന്നാണ് പറയുന്നത്. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടാണിത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. അതിൻ്റേതായിട്ടുള്ള രുചി നിങ്ങൾക്ക് തന്നെത്താനെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യമേ വെട്ടനൊരെണ്ണം പൊളിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സിമ്പിളായിട്ട് തന്നെ ഇത് പൊളിഞ്ഞു പോരും. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ഫ്രഷ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്ക്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ആരും ഇല്ലാണ്ട് പോലും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത് ഇടുന്നത്. ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. സിമ്പിളായിട്ട് തന്നെ തോടിങ്ങനെ ഇതുണ്ട്, പൊളിച്ചു പറഞ്ഞാൽ ഇങ്ങനെ പോരും. അതായത് കറക്റ്റ് മീറ്റ് നമുക്ക് കിട്ടും. ഇതിൻ്റെ അകത്ത് ഉപ്പ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു ഫ്ലേവറായിട്ടൊരു സാധനം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണെങ്കിലും ഇതുപോലെ തന്നെ ഞണ്ടും പുഴുങ്ങാം. നമ്മളതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം. വലുതായിട്ടൊന്നുമില്ല, ഇത് തന്നെ പ്രോസസ്സ്. എപ്പോഴും ചെയ്യുമ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് ചെയ്യുക. പിന്നെ കാര്യം വേറൊന്നും നമ്മൾ ഇടാനില്ല. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാകാം, ഈ ലോബ്സ്റ്ററിൻ്റെ പുറത്ത് ചെറുതായിട്ടൊരു കറുത്ത കളർ കാണുന്നല്ലോ. അതെൻ്റെ പായലാണ്. അത് ജനിച്ച് കഴിഞ്ഞൊരു പിടിക്കുന്ന ഒരു ഇത്തിരി പോലത്തെ സാധനം. പക്ഷെ അത് നമ്മൾ കഴിക്കുന്നില്ല, നമ്മൾ ഉള്ളിലെ മാംസം മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. മാക്സിമം നല്ലപോലെ തന്നെ വെള്ളത്തിൽ കഴുകിയിട്ട് പുഴുങ്ങാൻ ശ്രമിക്കുക. പിന്നെ പുഴുങ്ങിയെടുത്ത് കഴിയുമ്പോൾ തന്നെ മാറ്റാനത് നല്ല കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളൊരു പോർഷനും എടുക്കാം, ഞാൻ വീഡിയോ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അവിടെയാണ് ഇതിൻ്റെ കളി, അതുപോലെ തന്നെ നല്ല ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നൊരു സാധനമാണ്. ഞാനത് ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. ഇതിൻ്റെ അകത്തൊന്നും കളയാനില്ല, അതിൻ്റെ തോട് മാത്രമേ കളയാനുള്ളൂ. ബാക്കിയെല്ലാം നല്ല പക്കയായിട്ട് കിട്ടും. ഇനി കഴിച്ച് നിങ്ങളത് വീഡിയോ എടുത്ത് മാത്രമെന്ന് പറയരുത്, കഴിച്ച് കാണിച്ചു തരാം. ഇത് ഇപ്പോൾ എടുത്ത് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ വെട്ടനാണ്. വെട്ടൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ, അതായത് എറണാകുളം സൈഡിലൊക്കെ പറയുന്നത് കാരച്ചെമ്മീൻ. ഇത് നാരൻ ചെമ്മീനാണ്. ഇത് നാരനും ഇത് കാരനുമാണ്. പക്ഷേ പുഴുങ്ങി കഴിയുമ്പോൾ രണ്ടിനെയും കണ്ടാൽ ഒന്നായിട്ട് തോന്നും. പക്ഷേ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതായത് സ്ഥിരം കഴിക്കുന്നവരെ അല്ലെങ്കിൽ ഇത് പിടിക്കുന്നവർക്ക് ഇത് കണ്ടാൽ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, എത്ര കറി വെച്ചാലും. അതതിൻ്റെ ടേസ്റ്റുകൾക്ക് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ മീറ്റ് ഇച്ചിരി ടൈറ്റാണ്. ഈ കാരച്ചെമ്മീൻ്റെ അല്ലെങ്കിൽ വെട്ടൻ എന്ന് പറയുന്ന മീറ്റ് ഇച്ചിരി ടൈറ്റാണ്. ഇതിൻ്റെ ഇച്ചിരി കൂടെ ലൂസാണ്. പക്ഷേ രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്, ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരു പോർഷൻ കഴിച്ചു, ഇനി ഒന്നുകൂടെ കഴിച്ച് കാണിക്കാം.
നേരത്തെ നമ്മൾ കാരച്ചെമ്പിൻ്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ടുള്ള ഒരു സാധനമാണ്. അത് നല്ല ടേസ്റ്റാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ കഴിച്ച് ഇതാക്കുകയാണ്. പിന്നെ ലോബ്സ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേറ്റ് വരുന്ന മീനാണ്. ഇതൊന്നും നമ്മൾ കിട്ടിയാൽ കൊടുക്കാറില്ല. കാര്യം വെച്ചാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാനോ അല്ലെങ്കിൽ എൻ്റെ കൊച്ചിനോ വൈഫിനോ വീട്ടിലാർക്കെങ്കിലും യൂസ് ചെയ്താൽ എടുക്കത്തുള്ളൂ, നമ്മുടെ സുഹൃത്തുക്കൾക്ക്. അല്ല, ഇത് പൈസ കൊടുത്താൽ റേറ്റുള്ള സാധനമാണ്. ഈ കാരച്ചെമ്മീനായാലും അതുപോലെ തന്നെ ഈ നാരഞ്ചെമ്മീനായാലും ഇതിന് കിലോയ്ക്ക് 600 രൂപയും ഇതിന് കിലോയ്ക്ക് 800 രൂപ റേറ്റുള്ള സാധനമാണ്. നമുക്കിത് വല്ലപ്പോഴേ കിട്ടത്തുള്ളൂ. കിട്ടുമ്പോൾ നമ്മളത് കൊടുക്കാറില്ല, നമ്മളത് കഴിക്കാറാണ് പതിവ്. അപ്പോൾ ഇനി ഇവനെ എങ്ങനെ പൊട്ടിക്കുന്നത് ചിലവർക്ക് അറിയത്തില്ല. ഇതിനകത്തും സെയിം ഇതുപോലെ തന്നെ ഉള്ളൊരിതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലയുടെ ഇവിടുന്ന് ഇങ്ങനെ ഇതാക്കും, ജസ്റ്റ് ഇങ്ങനെ ഒടിക്കുന്ന കണക്കാക്കും. എന്നിട്ട് ഇവൻ്റെ ഈ സൈഡിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ പയ്യെ ഇങ്ങനെ നേരെയാക്കിയിട്ട് ഇങ്ങനെ അടത്തിയാൽ പോരും. ഞാൻ ജസ്റ്റ് അടത്തി ഇതിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അവരെല്ലാവരും കൂടി അടിയന്തരത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ തോന്നും. ഇവിടെ ഒരു ഷെല്ല്, ചുമ്മാ ഒരു ഷെല്ല് പോലെ ഉണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞ്, അതായത് ഇതന്നെ ഇങ്ങനെ തിരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ തോട് വേർപെട്ട് വന്നു. ഇതിനൊക്കെ നല്ല റേറ്റുള്ള കേട്ടോ. ഇതിനും കിലോയ്ക്ക് 1200 രൂപയൊക്കെ റേറ്റ് വരുന്ന സാധനമാണ് ഇവിടെ കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് കണ്ട, ഇതതിൻ്റെ മെയ്റ്റ്, ഇതതിൻ്റെ ഷെല്ല് കണ്ട. ഈ തോടിൻ്റെ പുറത്ത് എന്ത് ചെയ്യുന്നാലും നമുക്കത് ബാധിക്കുന്നതല്ല. നമ്മൾ കഴുകിയിട്ട് യൂസ് ചെയ്യുകയാണ്, പിന്നെ ഉപ്പിട്ട് നല്ലപോലെ തന്നെ വേവിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് മീറ്റ്. ഇത്രയേ ഉള്ളൂ മീറ്റ് എന്ന് പറയും. ഈ തലയുടെ ഈ ഒരു പോർഷനിലും കൂടി ഇത്രയും മീറ്റുള്ളൂ, പക്ഷേ നല്ല റേറ്റുള്ള സാധനമാണ്. ഓക്കെ, ഞാനിതും കൂടെ ഇനി കഴിച്ച് കാണിക്കാം നിങ്ങൾക്ക്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വലിക്ക്, തലഭാഗം ഞാൻ പിന്നെ കഴിച്ചോളാം. ഇതും കൂടെ അതായത് നല്ല സൂപ്പറായിട്ടാണ് വെന്തിരിക്കുന്നത്. അല്ല, ഇനി നിങ്ങൾ വെന്തില്ല ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് പറയരുത്. നോക്കുക, അതായത് ഇതിൻ്റെ അകത്തുനിന്നൊരു കിള്ളായിട്ടൊക്കെ ഇങ്ങനെ ഇതുണ്ട് പിച്ചി എടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളോടെ കമൻറ്റ് ചെയ്യണം. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ. ഇത് മൊത്തം നിന്നിട്ട് വേണമെങ്കിൽ തിന്ന് തീർന്നിട്ടുള്ളൊരു തോടിൻ്റെ ഒരു വീഡിയോ കൂടെ ചുമ്മാ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കാം. ബൈ. അപ്പം നമ്മുടെ യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ്. ഒറ്റയ്ക്ക് മൊത്തം നമ്മൾ തിന്നിട്ടുണ്ട്. എല്ലാ ഷെല്ലും മാത്രമേ ഉള്ളൂ, ഒരു ഇതുപോലും ഇല്ല. ഇത് വേണ്ടല്ലോ, ഏറ്റവും സൂപ്പറായിട്ട് തിന്നാൻ പറ്റിയ സാധനമാണിത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ബൈ.